ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കോഴിക്ക് കുറച്ച് തീറ്റയെല്ലാം കൊടുത്തിട്ട് വീട്ടിലുണ്ടായ വഴുതിനിങ്ങ, പച്ചമുളക്, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പറിച്ചെടുത്തിട്ട് നല്ല അടിപൊളി തോരനുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. എല്ലാം എന്ന് പറയാൻ പറ്റും, നിങ്ങൾക്ക് പറ്റൂല. കാരണം നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് പാചകം ചെയ്ത്, അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികൾ അത് പാചകം ചെയ്ത് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമുക്ക്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ കോഴിക്കോട്ട് പോയിട്ട് അവർക്ക് വേണ്ട തീറ്റയും വെള്ളവും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ കോഴിക്കോട്ട് പോയിട്ട് ഇവർക്ക് കുറച്ച് തീറ്റയെല്ലാം ഇങ്ങനെ കൊടുത്തിട്ട് അവരിങ്ങനെ കൊത്തിക്കൊറിക്കുന്ന കാണാനും, പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടല്ലോ, അവരെ കളിയൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഒരു നല്ല രസം തന്നെയാണ്. അത് കോഴിയെ വളർത്തുന്നവർക്ക് അറിയാം, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ലാസ്റ്റ് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ കറക്റ്റ് 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പച്ചക്കറി വീടിൻ്റെ സൈഡിൽ ആടിയിടലായിട്ട് പച്ചമുളക്, ഇത് കാണുന്ന പച്ചമുളകാണ് കേട്ടോ, പച്ചമുളക്, പിന്നെ നമ്മളെ കാന്താരി, പിന്നെ അലർച്ചില്ല മഞ്ഞൾ കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയൊരു വിളവെടുപ്പ്, അതിനുശേഷം നമ്മളെ വഴുതിനി ഉണ്ടല്ലോ അത് തോരനാക്കണം. നമ്മൾ ഈ വീട്ടിലെ പച്ചക്കറിക്കൊക്കെ വളമായിട്ട് കൊടുക്കുന്നത് കോഴിവളമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം, നമുക്ക് മുട്ടയും കിട്ടും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി വളവും കിട്ടും. നമുക്ക് ആ കോഴി വളം വളമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം, നല്ല വിളവും കിട്ടും. ഈ കോഴിവളം മാത്രമല്ല, അതിൻ്റെ കൂടെ ചാണകം, പിന്നെ അല്ലറ ചില്ലറ വേറെയും വളപ്രയോഗമൊക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി, അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്യാവശ്യം പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ, എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളകും നമ്മൾ വെള്ളക്കാന്താരിയും വഴുതിനങ്ങ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയണ്ടേ, നല്ല അടിപൊളി തോരൻ നമുക്ക് ആക്കിയെടുക്കണം. ഉച്ചക്കത്തെ ചോറിന് കുറച്ച് തോരൻ കൂടി ഉണ്ടെങ്കിൽ, അതും വഴുതിനിങ്ങ തോരൻ, അത് നല്ല അടിപൊളിയാക്കിയിട്ട് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറും വഴുതിനിങ്ങ തോരനും നല്ല മീൻകറിയെല്ലാം കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ അതിൽ വെച്ചിട്ട് നമ്മളെ കടുക് ഇങ്ങനെ പൊട്ടി വരുമല്ലോ, ആ സമയം നമ്മളിതാ വീട്ടിൻ്റെ പറമ്പത്തുനിന്ന് പറിച്ചെടുത്ത് നമ്മളെ കാന്താരിയല്ല, ഒരു തരം പച്ചമുളകാണ്. ഓക്കെ, അതിട്ട് പിന്നെ ഇതാ വീണ്ടും നമ്മൾ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് പറിച്ചെടുത്താൽ നമ്മളെ കറിവേപ്പില. ആഹാ, എന്തൊരു രസമാണ്. എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് അല്ലേ, ആകെ കടുകും ബാക്കിയിടുന്ന ഉപ്പും അങ്ങനത്തെ സാധനം മാത്രം നമ്മൾ ഈ ഒരു കുക്കിങ്ങിന് പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്, ബാക്കിയെല്ലാം വീട്ടിൻ്റെ പറമ്പത്ത് നിന്ന്. എന്ത് രസമാണല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു മനസ്സുഖമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് പരമാവധി ഇപ്പം നമുക്ക് എല്ലാം ഒന്നും വീട്ടിലാക്കാൻ പറ്റില്ല അല്ലേ, എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ വീട്ടിൽ ചെയ്ത് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ നമ്മൾ ആ വഴുതിനിങ്ങ ഇതാ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട്, ഇനി ചെറിയ സിമ്പിൾ മസാലയാണ്. കുറച്ച് നമ്മളെ മഞ്ഞപ്പൊടിയും പിന്നെ നമ്മളെ തേങ്ങാപ്പീരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ, നല്ല സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ആക്കാറ് കേട്ടോ. ഈ മുളക് എന്ന് വെച്ചാൽ വീട്ടിൽ കൃഷിയില്ല, പുറത്ത് പോയിട്ട് വാങ്ങും, കഴുകി വൃത്തിയായിട്ട് നമ്മൾ മില്ലിൽ പോയി പൊടിച്ചു കൊണ്ടുവരും. മഞ്ഞൾ വീട്ടിലുണ്ട്. ഓക്കെ, മഞ്ഞൾ ഇനിയിപ്പം അടുത്തൊരു വളപ്രയോഗമൊക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല നാടൻ മഞ്ഞളൊക്കെ വീട്ടിലുണ്ടാക്കുമെന്ന് പറയുന്നത് ചില്ലറക്കാരിയൊന്നല്ലേ. ഞാൻ അവിടെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടി ആയിക്കോട്ടെ, മല്ലിപ്പൊടി ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ മുളക് പൊടി ആയിട്ട് അതിൻ്റെ അകത്തൊക്കെ എന്തെല്ലാം ചേർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ പരമാവധി ഇതൊക്കെ വൃത്തിയാക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവല്ലോ. ഏതായാലും മുളക് തന്നെയാണല്ലോ നമ്മൾ പൊടിപ്പിക്കുന്നെന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നല്ല മീൻകറിയും നല്ല ചോറും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വഴുതിനിങ്ങ തോരനും അതും കൂട്ടിയിട്ട് പിടിക്കണം മോനെ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.